മുണ്ടേരിയിൽ നിന്ന് ജംഷീർ ചേരുന്നു. ജംഷീർ കുടുങ്ങി. മുണ്ടേരിയിൽ മൃതദേഹങ്ങൾക്ക് വേണ്ടി തെരച്ചിൽ തുടരുകയാണ്. മുണ്ടക്കയിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നത് പോലെ തന്നെ മുണ്ടേരിയിൽ അതിസാഹസ്യമായ രക്ഷാദൗത്യമാണ് തുടരുന്നത്. നാട്ടുകാരായ യുവാക്കളും രക്ഷാപ്രവർത്തകരും കുത്തിയൊലിക്കുന്ന പുഴയിൽ യാതൊരുവിധ സുരക്ഷാ സംവിധാനവുമില്ലാതെയാണ് മൃതദേഹങ്ങൾക്കും മറ്റ് ശരീരാവശേഷങ്ങൾക്കും വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നത്. ജംഷീർ, ഈ തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. തീർച്ചയായിട്ടും അജിംസ്, ഈ തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ്. ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയതാണ് രക്ഷാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ. ഓരോ ഭാഗങ്ങളിലും, അതായത് ചാലിയാറിലെയും മുണ്ടേരി ഭാഗത്തുള്ള ഓരോ ഭാഗങ്ങളിലും പുഴക്കരകളിൽ ഇത്തരത്തിലുള്ള സന്നദ്ധ പ്രവർത്തകർ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഈ തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങി നേരത്തെ ഉൾവനത്തിൽ നായ്ക്കൽ ഭാഗത്ത് പോത്തുകല്ലിൽ മുണ്ടേരി ഫാമിനുള്ളിലുള്ള നായ്ക്കയം എന്ന് പറയുന്ന ഉൾവനത്തിലായിരുന്നു നേരത്തെ പോയിരുന്നത്. അവിടുത്തെ രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമാണ്. നമുക്ക് അങ്ങോട്ട് എത്തുക എന്നുള്ള ഉൾവനത്തിലൂടെയാണ് അങ്ങോട്ടേക്കുള്ള യാത്ര. ഒരു പരിധിവരെ മാത്രമാണ് നമുക്ക് ഈ ഓഫ് റോഡ് വാഹനങ്ങളുള്ളത്. അതിനുശേഷം കിലോമീറ്ററുകളോളം നടന്ന് കാടും കുഴികളും ഒക്കെ താണ്ടി, പുഴകൾ താണ്ടി ആണ് അങ്ങോട്ടേക്ക് പോകേണ്ടത്. ഈ രക്ഷാപ്രവർത്തകരും അങ്ങനെയാണ് പോകുന്നത്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കുത്തിയൊലിക്കുന്ന പുഴയെ വകവയ്ക്കാതെയാണ് രക്ഷാപ്രവർത്തകർ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. പുഴയ്ക്ക് കുറുകെ റോപ്പ് കെട്ടി അവർക്ക് അറിയുന്ന ഐഡിയാസ് ഉപയോഗിച്ച് അവിടെയുള്ള യുവാക്കൾ, സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള യുവാക്കളുടെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള രക്ഷാപ്രവർത്തനം അവിടെ നടത്തുകയാണ്. ആ ഭാഗങ്ങളിൽ പുഴ കുത്തിയൊലിച്ചു വരുന്ന ഒരു പ്രദേശമാണ്. അവിടെ പുഴ ദിശ മാറി ഒഴുകിയ ഒരു പ്രദേശമാണ്. അവിടെയാണ് കൂടുതലായി മൃതദേഹങ്ങൾ വന്ന് അടിഞ്ഞിട്ടുള്ളത്. കാരണം അതൊരു പല ഭാഗങ്ങളിലേക്കായി പുഴ ഇങ്ങനെ കൈവരി പോലെ ദിശ തെറ്റി ഒഴുകിയ പ്രദേശമാണ്. അവിടെ ധാരാളമായി മരങ്ങളും ഈ പുഴയിൽ ഈ കുത്തൊലുക്കിൽ ഒലിച്ചു വന്ന പല സാധനങ്ങളും അവിടെയുണ്ട്. അവിടെ നിന്നാണ് കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടിയത്. ഇന്നലെയും കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടിയത് ആ ഭാഗത്ത് നിന്നായിരുന്നു. അവിടെ ഈ പ്രദേശത്തുകാരായ നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, കുറച്ചുകൂടി മുകളിൽ ധാരാളം തുരുത്തുകളുണ്ട്, അവിടെ നിരവധി മൃതദേഹങ്ങൾ വന്നു കിടപ്പുണ്ട് എന്ന കാര്യം. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ഇന്ന് നിരവധി വരുന്ന രക്ഷാപ്രവർത്തകർ, നാട്ടുകാർ, വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, മറ്റു സംവിധാനങ്ങളെല്ലാം തന്നെ അവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഉൾവനത്തിലേക്ക് നമ്മളവിടെ ചെന്നപ്പോഴാണ് കാഴ്ചകൾ കാണുന്നത്. ഉൾവനത്തിൽ നമ്മുടെ സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള നാട്ടുകാരായിട്ടുള്ള ആളുകളാണ് കൂടുതൽ, അല്ലെങ്കിൽ അവർ മാത്രമാണ് ഉള്ളതെന്ന് പറയേണ്ടിയിരിക്കുന്നു. വിവിധ സംഘടനാ പ്രവർത്തകർ, വിവിധ സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിൽ അവർ അക്ഷരാർത്ഥത്തിൽ ജീവൻ പണയം വെച്ചുകൊണ്ടാണ് ആ യുവാക്കളും അവിടെയുള്ള സന്നദ്ധ പ്രവർത്തകരും അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. കുത്തിയൊലിക്കുന്ന പുഴയ്ക്ക് കുറുകെ വടം വെച്ചുകൊണ്ട് ഈ പുഴയ്ക്ക് കുറുകെ അപ്പുറത്താണ് മൃതദേഹങ്ങൾ ലഭിക്കുന്നത്. ഇപ്പുറത്തേക്ക് എത്തിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വലിയ ഒരു ടാസ്കായി മാറുന്നൊരു സാഹചര്യം. പക്ഷേ ആ യുവാക്കൾ അത് കൃത്യമായി അവരത് റോപ്പ് ഉപയോഗിച്ച മൃതദേഹങ്ങൾ കെട്ടി ഇങ്ങോട്ടേക്ക് കൃത്യമായി എത്തിക്കുന്നു. പിന്നെ അവിടെ നിന്ന് ഈ പുഴയും അതോടൊപ്പം തന്നെ കാടുമൊക്കെ കടന്ന് ഈ മൃതദേഹങ്ങൾ ചുമന്നുകൊണ്ട് വാഹനങ്ങളിലേക്ക്, അതായത് ഈ ട്രാക്ടറിലേക്കാണ് എത്തിക്കുന്നത്. പിന്നീട് അവിടെ നിന്ന് ആ ട്രാക്ടർ വഴി ഏതാണ്ട് ഒരു 6-7 കിലോമീറ്ററുകൾ ഇപ്പുറം മുണ്ടേരിയിലുള്ള ഈ പ്രധാന മെയിൻ റോഡ് ഉള്ള ഭാഗത്തേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ നിന്നാണ് ആംബുലൻസിൽ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. ഓരോ മൃതദേഹങ്ങളും കണ്ടെത്തുമ്പോൾ പലപ്പോഴും മൃതദേഹങ്ങൾ ഇല്ല, ആ മൃതദേഹങ്ങളുടെ ശരീരഭാഗങ്ങളാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ആ ശരീരഭാഗങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആ കാഴ്ചകൾ കാണുന്നത് തന്നെ ഏറെ ഹൃദയഭേദകമായ ഒരു കാര്യമാണ്. അവിടെ ആ രക്ഷാപ്രവർത്തകരുടെ രക്ഷാദൗത്യത്തെ നമ്മൾ എത്ര പ്രശംസിച്ചാലും മതി വരില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു തരത്തിലുമുള്ള സുരക്ഷാ സംവിധാനങ്ങളോ അവരുടെ പക്കലില്ല. അവർക്ക് കയ്യിൽ കിട്ടിയ സാധനങ്ങൾ, അല്ലെങ്കിൽ അവർ വീട്ടിലുള്ള കയറുകൾ, വീട്ടിലുള്ള ഉപകരണങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് ഓരോ പ്രവർത്തകരും ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ആ ഒരു കാര്യം, അത് നമ്മുടെ ഈ ഒരു വലിയ ദുരന്തത്തെ നമ്മൾ ഒറ്റക്കെട്ടായി നേരിടും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിലമ്പൂര് ഉൾവനത്തിൽ എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ട് ഈ യുവാക്കളുടെ നേതൃത്വം നടത്തുന്ന ഈ തിരച്ചിൽ എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല അവിടെ നിന്ന് ലഭിക്കുന്ന മൃതദേഹങ്ങൾ, ഓരോ മൃതദേഹങ്ങളും ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ അത് ഇനിയും മൃതദേഹങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള ഒരു മൃതദേഹങ്ങൾ, അല്ലെങ്കിൽ പൂർണ്ണമായൊരു മൃതദേഹങ്ങളല്ല, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളുമാണ്. അത് സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, കുട്ടികളുണ്ട്, പല
പ്രായത്തിലുള്ള ആളുകളുണ്ട്, പല ആളുകളുണ്ട്. അങ്ങ് ദൂരെ ഈ ഈ ഈ മലമുകളിൽ, അതായത് വയനാട്ടിലെ മലമുകളിൽ നിന്ന് കുത്തിയൊലിച്ച് ആ പുഴയ്ക്ക് കുറുകെ ആ പുഴയിലൂടെ കുത്തിയൊലിച്ച് അവർ ഇങ്ങോട്ടേക്ക് ഈ ഭാഗങ്ങളിലേക്ക് എത്തിയതെന്ന് പറയുമ്പോൾ അതിൻ്റെ ഭീകരത എത്രയാണെന്ന് നമുക്ക് അവിടെ നമ്മുടെ ദൃശ്യങ്ങളിൽ അത് എത്ര കണ്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് നമുക്കറിയില്ല. പക്ഷേ അത്രയേറെ വേദനാജനകമായ കാഴ്ചകളും ദൃശ്യങ്ങളുമാണ് അവിടെയുള്ളത്. ഏതായാലും ആ മൃതദേഹങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ അവിടെ നിന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് ആ മൃതദേഹങ്ങൾ മേപ്പാടിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏറ്റവും ഒടുവിൽ നിലമ്പൂരിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 37 മൃതദേഹങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഉണ്ട്. 28 ശരീരഭാഗങ്ങളും അവിടെ ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഈ കണക്കുകൾ ഇനിയും മാറ്റം വരും. ഇപ്പോഴും മൃതദേഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉൾവനങ്ങളിലൊക്കെ മൃതദേഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ നേവിയുടെ ഹെലികോപ്റ്ററും ഈ പരിസരങ്ങളിലൊക്കെ വട്ടമിട്ട് പറക്കുന്നുണ്ട്. അവരുടെ നേതൃത്വത്തിലുള്ള തിരച്ചിലും നടക്കുന്നുണ്ട് എന്നാണ്. ഏതായാലും ഈ പുഴയുടെ ഓരങ്ങളിലൊക്കെ തന്നെ ഇപ്പം മുഴുവൻ ഇവിടെ രക്ഷാപ്രവർത്തകരാണ്. ഈ പുഴയുടെ ചാലിയാറിൻ്റെ ഓരങ്ങളിലെല്ലാം തന്നെ മുഴുവൻ രക്ഷാപ്രവർത്തകരാണ്. വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച, അവരുടെ സംഘടനകളുടെ വസ്ത്രങ്ങൾ ധരിച്ചവർ, അതല്ലാത്തവർ, സാധാരണക്കാരായ ആളുകൾ, തങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഇവിടെ മുഴുവൻ നടക്കുന്നത്. ആ രക്ഷാപ്രവർത്തകർക്കാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ മൃതദേഹങ്ങൾ ലഭിക്കുന്നത്. ആ മൃതദേഹങ്ങൾ ഇങ്ങോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റു സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു. അല്പം മുമ്പ് ആദ്യഘട്ടങ്ങളിലൊക്കെ കയറിൽ കെട്ടിയ, പിന്നീട് അവർക്ക് ഇപ്പം ട്യൂബ്, അതായത് നമ്മൾ വാഹനങ്ങളുടെ ടയറിൻ്റെ ട്യൂബുമായിട്ടൊക്കെയാണ് ഓരോ യുവാക്കൾ അങ്ങോട്ടേക്ക് വരുന്നത്. കയ്യിൽ കിട്ടിയ രക്ഷാ ഉപകരണങ്ങൾ എന്താണോ അതുപയോഗിച്ചുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. ഏതായാലും ദുഷ്കരമായ ഒരു സാഹചര്യമാണ് ആ ഉൾവനങ്ങളിലുള്ളത്. കുത്തിയൊലിക്കുന്ന പുഴയാണ്. എങ്കിലും അതിനെല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ട് ഈ ഒരു ആപത്ത് ഘട്ടത്തിൽ ഈ നാട്, ഈ യുവത്വം, ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും കൂടെ നിൽക്കുന്നു എന്ന സന്തോഷകരമായ ഒരു കാര്യം കൂടി നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. പക്ഷേ ആ മൃതദേഹങ്ങൾ കാണുമ്പോൾ ആ കുത്തിയൊലിക്കുന്ന പുഴയിൽ നിന്നുള്ള മൃതദേഹങ്ങൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ നെഞ്ചു പൊട്ടുന്ന വേദനയോടെ കൂടിയാണ് നമുക്ക് അവിടെ നിൽക്കാനും നമുക്ക് ആ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനും കഴിയുന്നത് എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരുപക്ഷെ ഒരിക്കലും മറക്കാനാകാത്ത അപൂർവമായ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവിക്കാത്ത ഒരു ഘട്ടത്തിലൂടെയാണ്, അല്ലെങ്കിൽ സാഹചര്യമാണ്, ഒരു വാർത്ത റിപ്പോർട്ടിംഗ് ആണ് ഈ സാഹചര്യത്തിൽ നിലമ്പൂരിലെ ഉൾവനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. അജിംസ്.